നിയമസഭയിൽ നൽകിയ ചോദ്യത്തിന് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ സർക്കാർ 3754 കോടി രൂപയെ ചെലവാക്കിയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി. അപ്പോൾ നമ്മൾ 5500 കോടി ചെലവാക്കിയെന്ന് സാറടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഇതിന് വിപരീതമായ ഒരു കണക്ക് സഭയിൽ വെക്കുന്നത്. വിഴിഞ്ഞം ഒന്നാം ഘട്ടത്തിന് 9000-ൽ പരം കോടി രൂപയാണ് ചെലവാക്കേണ്ടത്. അതിൽ 29% അദാനി ചെലവാക്കും, ബാക്കി സംസ്ഥാന സർക്കാർ ചെലവാക്കും. ആ ചെലവാക്കി കഴിഞ്ഞിട്ടില്ല, അദാനിയും ചെലവാക്കി കഴിഞ്ഞിട്ടില്ല, സർക്കാരും ചെലവാക്കി കഴിഞ്ഞിട്ടില്ല. സർക്കാർ 3500 കോടിയായി, ബാക്കിയുള്ളത് അതിൻ്റെ ബില്ലുകളും കാര്യങ്ങളും വരുമ്പോൾ ചെലവാക്കും. ഇത് ചെലവാക്കി കഴിഞ്ഞു എന്നുള്ളതല്ല, അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നാം ഘട്ടത്തിൽ വരുന്നത് അദാനിയെ സംബന്ധിച്ചിടത്തോളം 2500 കോടി രൂപയാണ്. അങ്ങനെ ഉണ്ടാവുന്ന കമ്പനിയുടെ 49% ഓഹരി 13000 കോടിക്ക് മറിച്ചു വെക്കണം. എന്ന് വെച്ചാൽ ഈ 2500 കോടി രൂപ ചെലവാക്കി കഴിഞ്ഞിട്ടില്ല. അത് ചെലവാക്കി കഴിയുമ്പോൾ ഉണ്ടാവുന്ന മൂല്യം 10 വർഷം കൊണ്ട് 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. എൻ്റെ ആക്ഷേപം, ഇത്തരത്തിലുള്ളൊരു ഏകപക്ഷീയമായ കരാറ് ഇതിൻ്റെ നേട്ടത്തിന് എന്തെങ്കിലും കേരളത്തിനുണ്ടോ? ഇല്ലല്ലോ. ഉമ്മൻചാണ്ടി ഉണ്ടാക്കി കൊടുത്തതാ. അതന്നെയാണ് കടൽ കൊള്ള എന്ന് അക്കാലത്ത് LDF വിശേഷിപ്പിച്ചത്. ഇന്നിപ്പോൾ VD സതീശൻ തുറമുഖാധിഷ്ഠിത കേരള വികസനം എന്ന പേരിൽ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ കരാറുകളും ഈ മാതൃകയിലാണെന്ന്. കാരണം കേരളത്തിന് തനതായിട്ട് വിഭവസമാനം നടത്താൻ കഴിയുന്ന ഒരു ഏജൻസി ഉണ്ടായിരുന്നു, കിഫ്ബി എന്ന് പറയുന്നത്. വേണ്ടി വന്നാൽ 1,00,000 കോടി രൂപ വരെ സമാഹരിക്കാൻ കഴിയും. അതിന് പ്രശ്നങ്ങളൊക്കെ പലതുണ്ടാകും, പരിഹരിക്കാം. പക്ഷെ അതിനെ മുഴുവൻ ഈ രീതിയിൽ അധിക്ഷേപിച്ച് അതിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിച്ച ഈ സർക്കാരിന് കോർപ്പറേറ്റുകളുടെ മടിയിൽ തലയഴിക്കാനല്ലാതെ വേറെ വഴിയില്ല. സാർ, ഈ ഒന്നാം ഘട്ടം പൂർത്തിയായല്ലോ, അപ്പോൾ ഈ 3700 എന്ന് പറയുന്നത് ഇത് വന്നുകൊണ്ടിരിക്കുന്നു, ബില്ലുകൾ വരുന്നില്ലേ. ഒന്നാം ഘട്ടത്തിന് തന്നെ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഇനിയും വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവിടെ അദാനി പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ എക്യുപ്മെന്റ്സിന് വേണ്ടിയുള്ളത്. ഇനിയും പലതും വരാനിരിക്കുകയാണ്. ആ എക്യുപ്മെന്റ്സിൻ്റെയൊക്കെ വില ഊതി വീർപ്പിച്ചതാണെന്ന് ഞാനല്ല പറയുന്നത്, C&AG ആണ് പറഞ്ഞത്. അതുപോലും പരിശോധിക്കാതെയാണ് കരാറിൽ ഒപ്പിട്ടത്. അപ്പം എൻ്റെ ആക്ഷേപം, ഒന്ന്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് UDF നടത്തിയ കടൽ കൊള്ളക്ക് കൂട്ടുന്നത് വെളിവാവുകയാണ്. 2, ഇതുപോലുള്ള കൊള്ളകളാണ് പുതിയ തുറമുഖാധിഷ്ഠിത വികസനത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കാൻ പോകുന്നത്.